ഇത് ഇന്നൊരു മത്തൻ കറി ഉണ്ട്. വളരെ എളുപ്പത്തിലൊരു മത്തൻ കറി, സൂപ്പർ ടേസ്റ്റാണ് ഈ മത്തൻ കറി. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ. പരമാവധി സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. മത്തനൊക്കെ നോക്കിയെടുക്കണം. കുറച്ച് മത്തനെ ഉള്ളൂ കേട്ടോ, കുറച്ച് വാങ്ങിട്ട് വന്നിട്ടുള്ളൂ. 1/2 കിലോ വാങ്ങാൻ പറഞ്ഞപ്പോ 1/2 കിലോ പകുതി വാങ്ങിക്കും. കുറച്ച് തേങ്ങ, 1/2 ടീസ്പൂണ് നല്ല ജീരകം ഇട്ടിട്ട് നന്നായി അരച്ചിട്ട് വരാം. നമുക്ക് മത്തൻ കറി വെക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു കഷ്ണം മത്തൻ, ചെറിയ കഷ്ണം മത്തൻ, 2 വലിയ തക്കാളി, 3 പച്ചമുളക്, ഒരു 10 ചെറിയ ഉള്ളി കേട്ടോ. 10-12 ഉണ്ട്. കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. പച്ചമുളക് എരിയുണ്ടല്ലോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് വേവിക്കട്ടെ, നന്നായി വേകട്ടെ. മത്തൻ വെന്തു കേട്ടോ. മത്തനും ചെറിയ ഉള്ളിയൊക്കെ നന്നായി വെന്തു. ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. കളർഫുള്ളില്ലേ? ചെറുതായിട്ടൊന്ന് തിളവട്ടെ. തേങ്ങ ഒഴിച്ചിട്ട് തിളച്ചു. ചെറിയ തിള മതി. ഞാൻ താളിച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടാവട്ടെ. കുറച്ച് കടുക്, 4 മണി ഉലുവ, 2 വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് മുളക് പൊടി, ഒരു കളറിന് ഇട്ടാ കാശ്മീരി ചില്ലിയാണ്. സൂപ്പറാണ് കേട്ടോ. നല്ല പയർ കേട്ടോ. നാടൻ പയർ പോലെ ഉണ്ട്. നല്ല ഒടിയുണ്ട്. പറഞ്ഞ് ഒടിക്കാൻ കിട്ടുന്നുണ്ട്, മറ്റേത് ഒടിക്കാൻ കിട്ടില്ല. അരിയണോ? ഇതിനെ പണ്ടത്തെ പോലെ പൊട്ടിച്ചെടുക്കാം. പുഴുണ്ടോ നോക്കണം കേട്ടോ. ഇതൊക്കെ എന്താ നോക്കാം. പണ്ടത്തെ ഒരു പയറിൻ്റെ ഫീല് പൊട്ടിക്കുമ്പോൾ. ക്യാമറ ക്ലിയർ ഇല്ല. പയറുപ്പേരി വെക്കട്ടെ. കടുക്, കറിവേപ്പില, സവാളയാണ്, ചതച്ച മുളക്, നാടൻ പയറതെ. ഇതാണ് ഒളിപ്പയർ.
നമ്മൾ പണ്ട് നമ്മുടെ അവിടെയൊക്കെ പാർക്കൊക്കെ ഉണ്ടാക്കി. ആ ശരി. പയറിട്ട് കൊടുക്കും. ഈ പയർ നല്ല ടേസ്റ്റുള്ള പയറുണ്ട്. എല്ലാവർക്കും അറിയില്ല, ഞാൻ കാണിച്ചത് മാത്രം. നമ്മൾ വെച്ചിട്ട് കാണിക്കുന്നത് അത്രേ ഉള്ളൂ. അടച്ചു വെച്ച് വേട്ടെ കേട്ടോ. റെഡിയായി. ചോറ് വേട്ടെ. എൻ്റെ ഫേവറേറ്റ് പയറുപ്പേരിയാണ്. ഈ പയറ നല്ലോണം കഴിക്കുള്ളൂ. മറ്റേ എനിക്ക് ഇഷ്ടമല്ല. മത്തൻ കറി സൂപ്പർ ടേസ്റ്റ് കിട്ടാ. ഇങ്ങനെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. നല്ല ടേസ്റ്റുള്ള മത്തൻ കറി. ചോറ് കഴിച്ചോ. കഴിച്ചു നോക്കാൻ പോവുകയാണ്. ചൂട് പുട്ടുണ്ടാക്കുന്നുണ്ട്. പുട്ട് വേണ്ട. കുറച്ച് ചോറ് കൊടുത്തിട്ട്, കാരണം ഉച്ചയ്ക്ക് ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ രാവിലെ കുറച്ച് ചോറ് കൊടുക്കും. ഞാൻ ഫുള്ള് കഴിക്കും. സൂപ്പർ കറി. അപ്പം എല്ലാവരും ഒന്ന് വെച്ച് നോക്കട്ടെ മത്തൻ കറി. മത്തൻ ഇഷ്ടമില്ലാത്തവരും ഇഷ്ടപ്പെട്ടു പോകും. അപ്പുറത്തെ ചേച്ചിക്ക് കുറച്ച് ഇരുമ്പമ്പുളി വേണം പറഞ്ഞു. അപ്പോൾ വലിച്ചു കൊടുക്കുക. നിറച്ച് ഇരുമ്പമ്പുളി ഉണ്ടിട്ട് നിറച്ചുണ്ട്. കണ്ട ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. ഇഷ്ടം പോലെ ഉണ്ട്. അടുത്ത് നമ്മുടെ അവിടെ ഒന്നും കിട്ടാൻ വയ്യില്ല കേട്ടോ. പാലക്കാട് ഞങ്ങൾ കഴിക്കില്ല. കഴിക്കും വല്ലപ്പോഴും. 5-6 ഇടുള്ളൂ. എന്താ നല്ല വലുതായി. ഈ കൊല മൊത്തം പൊട്ടിച്ചോ? ഇത് അപ്പോൾ ചെറുതൊക്കെ വരും. ആ കുഴപ്പമില്ല, ചെറുതൊന്നുമില്ല ഇത്. ആര് പറഞ്ഞു? മോളത്തെ കൊല. ഇതാ? ആ അതല്ല, അതിൻ്റെ ഇപ്പുറത്തെ താഴത്തൊക്കെ നിറച്ചുണ്ട്. വേണ്ട, കുഞ്ഞു കുഞ്ഞിത് വേണ്ട, നിറയെ ഉണ്ട്. ഇതാ അത് ആ കൊല മൊത്തം മരിക്കുന്നു ഞാൻ പറഞ്ഞു. അങ്ങനെ വലിച്ച് കഴിവെടുത്തിട്ട് എന്താ കാര്യം? ഇവിടെ ഉള്ളൊരു ഇരുമ്പാമ്പുളി ഇല്ലേ, ഇഷ്ടം പോലെ കഴിക്കുന്നു. മഴ പൊട്ടിയിട്ടാ. അതന്നെ ഒരു വെട്ട് കൊടുക്ക്. അപ്പൊ കൈ താങ്ങാൻ പറ്റില്ലേ? അയ്യോ, കറി അത് പോട്ടെ. രണ്ട് പഴംപൊട്ടി ഗൈസ്. പൊട്ടി വീണു. മൂത്തിണ്ടാന്നറിയില്ല കേട്ടോ. മോളത്തെ മൂത്തുണ്ട്. വാഴക്കൊല മൂത്തിണ്ടാന്നറിയില്ല കേട്ടോ. അങ്ങനെ പൊട്ടി വീണു രാവിലെ എണീച്ചിട്ട്. ഏട്ടൻ പണിക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പൻ്റെ പൊട്ടി വീണു. ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് എടുക്കാൻ കിട്ടാണ്ട്. മൂത്തോന്നറിയില്ല, പഴുക്കുമ്പോൾ കാണാം. അപ്പം ഇത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ.